Hi friends, welcome to my YouTube channel H Media. Max Beginner to Advanced Tutorials in the 67th lesson. This lesson is a subtext map introduced to this map introduced to I create a scene. Gems chocolate fill a glass bowl render cheyan uddeshikkunnathu. Ivide ee scene il glass bowl il gems inde models njan idil fill cheyidu vechittundu. Namukku idu interactive rendering use cheyidondu this scene render ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ മോഡൽ ചെയ്ത ഈ ഗ്ലാസ് ബൗളിൽ ഈ ഒരു മോഡലിനെ നമ്മൾ സിംഗിൾ കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന് പകരം ഡിഫറെന്റ് കളേഴ്സ് ആണ് ഇതിൽ വരേണ്ടത്. നമുക്കൊരു ജെംസിന്റെ പാക്കറ്റ് എടുത്തുകൊണ്ട് അതിന്റെ കളേഴ്സ് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു ജെംസിന്റെ പാക്കറ്റ് കാണാവുന്നതാണ്. ഇതിൽ കൊടുത്തിട്ടുള്ള ഈ കളേഴ്സ് ആണ് നമുക്ക് നമ്മുടെ മോഡലിലേക്ക് അസൈൻ ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു ജെംസിന്റെ പാക്കറ്റിൽ ഒരു 6ഓളം കളർ നമുക്ക് ഇതിൽ കാണാവുന്നതാണ്. നമുക്ക് ഇതുപോലുള്ള കളേഴ്സോ മാപ്പുകളോ റാൻഡമായി ഏതൊരു ഒബ്ജക്റ്റുകളിലേക്കും കൊടുക്കണമെങ്കിൽ വീറയുടെ മൾട്ടി സബ് ടെക്സ്റ്റ് മാപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഒരു മാപ്പ് വളരെ യൂസ്ഫുൾ ആണ്. ഈ ഒരു സീനിലെ ഒബ്ജക്റ്റുകൾക്ക് ഇൻഡിവിജ്വലായി നമ്മൾ കളർ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം നമുക്കതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതാണ്. ഈ ഒരു മാപ്പ് യൂസ് ചെയ്തുകൊണ്ട് റാൻഡമായി നമുക്ക് ഏതൊരു ഒബ്ജക്റ്റുകളിലേക്കും കളേഴ്സിനെയോ മാപ്പുകളെയോ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു മാപ്പ് യൂസ് ചെയ്തുകൊണ്ട് കളേഴ്സിനെ റാൻഡമായി ഈ ഒരു ഒബ്ജക്റ്റുകളിലേക്ക് എങ്ങനെ അസൈൻ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മെറ്റീരിയൽ ഇവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് മൾട്ടി സബ് ടെക്സ്റ്റ് മാപ്പ് എടുക്കുന്നതിനായി നമുക്ക് മാപ്സ് എന്ന സെക്ഷനിൽ വീറയിൽ മൾട്ടി സബ് ടെക്സ്റ്റ് മാപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ മെറ്റീരിയൽ എഡിറ്ററിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. മൾട്ടി സബ് ടെക്സ്റ്റ് മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്കിതിൻ്റെ സെറ്റിങ്സ് ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു മൾട്ടി സബ് ടെക്സ്റ്റ് മാപ്പിൽ ഈ ഒരു ടോട്ടൽ ഐ ഡിയിൽ 20 ആണ് ഇവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ളത്. എത്ര മാപ്പുകളോ എത്ര കളറുകളോ നമുക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ അത്രയും നമ്പേഴ്സ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മാപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ 6 ടൈപ്പ് ചെയ്തുകൊണ്ട് എൻ്റർ ചെയ്യാം. നമുക്ക് ഈ സീനിൽ ടെക്സ്റ്റേഴ്സിന് പകരം കളേഴ്സാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. നമുക്കിവിടെ കളേഴ്സ് കാണാവുന്നതാണ്. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് കളറുകളാണ് വേണ്ടതെങ്കിൽ നമുക്കിതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് അസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു കളർ സെലക്ടർ എന്ന ഈ ഒരു ഓപ്ഷനും യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട കളേഴ്സ് പിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. ആദ്യമായി ഞാൻ ഇതിൽ നിന്ന് യെല്ലോ കളറാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു കളർ ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഓക്കെ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കളർ സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു കളർ സെലക്ടർ തന്നെ യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു കളർ സെലക്ട് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഈ ഒരു സെക്കൻഡ് കളറും ഇതിൽ ആഡ് ആയിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കളേഴ്സും ഇതിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഈ ഒരു അവസാനത്തെ കളറും ഇതിൽ നിന്ന് പിക്ക് ചെയ്യാം. നമ്മൾ ഈ കളേഴ്സ് ഇതിൽ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു മാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു മാപ്പിനെ ഡിഫ്യൂസിലേക്ക് അസൈൻ ചെയ്യാം. നമ്മൾ ഈ ഒരു മാപ്പ് ഡിഫ്യൂസിൽ അസൈൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു മാപ്പിന്റെ സെറ്റിംഗ്സിലേക്ക് വരാം. ഇവിടെ ഗെറ്റ് ഐ ഡി ഫ്രം എന്ന ഈ ഒരു ഓപ്ഷനിൽ ഫേസ് മെറ്റീരിയൽ ഐ ഡി ആണ് ഡിഫോൾട്ടായി സെലക്ട് ആയിട്ടുള്ളത്. നമുക്കിത് ചേഞ്ച് ചെയ്തുകൊണ്ട് റാൻഡം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മളിവിടെ റാൻഡം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റാൻഡമൈസേഷൻ എന്ന ഈ ഒരു ഭാഗം ആക്റ്റീവ് ആവുകയും ഇവിടെ നിന്ന് നമുക്ക് വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതുമാണ്. ഇവിടെ ബൈ എലമെന്റ്, ബൈ ഫേസ് ഐ ഡി, ബൈ റെൻഡർ ഐ ഡി എന്ന ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒബ്ജക്റ്റിന് മെറ്റീരിയൽ ഐ ഡിയോ ഫേസ് ഐ ഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്കിവിടെ ബൈ നോഡ് ഹാൻഡിൽ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് റെൻഡർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മൾ കൊടുത്ത ആ കളേഴ്സ് ഇതുപോലെ ഇവിടെ റാൻഡമായി ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മളിവിടെ കൊടുത്തിട്ടുള്ള കളേഴ്സിനെ വേരിയേഷൻ ചെയ്തുകൊണ്ടുള്ള റിസൾട്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഹ്യൂ, സാച്ചുറേഷൻ, ഗാമ തുടങ്ങിയ ഈ ഓപ്ഷൻസുകളിൽ ചേഞ്ചസ് ചെയ്തുകൊണ്ട് വേരിയേഷൻസ് വരുത്താവുന്നതാണ്. നമുക്ക് ഈ ഒരു ഹ്യൂ എന്ന ഈ ഒരു ഓപ്ഷനിൽ 100 സെറ്റ് ചെയ്യാം. സാച്ചുറേഷനിൽ 50, ഗാമ 20 എന്നിങ്ങനെയാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്.
നമ്മൾ അസൈൻ ചെയ്ത കളേഴ്സിൻ്റെ വേരിയേഷൻസ് നമുക്കിവിടെ ലഭിച്ചതായി കാണാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഹ്യൂ സാച്ചുറേഷൻസുകളിൽ മാത്രം വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടും കളേഴ്സിൻ്റെ വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ഏതൊരു കളേഴ്സിനെയും ഏതൊരു ടെക്സ്ചറുകളെയും റാൻഡമായി ഒബ്ജക്റ്റുകളിലേക്ക് ഈസിയായി അസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.